ആഗോളതലത്തിലെ എണ്ണവില തകർച്ച സൗദിയുടെ സമ്പദ്ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയാണ്. ഇതിനെ മറികടക്കാൻ വിയർക്കുകയാണ് വൻകിട കമ്പനികളും. എണ്ണവില കൂപ്പുകുത്തിയതോടെ നിരവധി കരാറുകൾ റദ്ദാക്കി. നാഷണൽ കൊമേഴ്സ് ബാങ്കിന്റെ ഓഗസ്റ്റ് മാസത്തിലെ സാമ്പത്തിക റിപ്പോർട്ട് പ്രകാരം റദ്ദാക്കിയത് 1456 മില്യൺ റിയാലിന്റെ കരാറുകളാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദന സ്ഥാപനമായ സൗദി അരാംകോ പോലും നിരവധി പദ്ധതികൾ നിർത്തിവെച്ചു. ചുരുങ്ങിയ തുകക്കാണ് മറ്റു ചില കമ്പനികൾ കരാറുകൾ പുതുക്കിയത്. സൗദി കൗൺസിൽ ഓഫ് ചേംബേഴ്സ് റിപ്പോർട്ട് പ്രകാരം സാമ്പത്തിക പ്രതിസന്ധിയിലുള്ളത് 600-ലധികം സ്ഥാപനങ്ങളാണ്. ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നാണ് നിലവിലെ സൂചന. ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ കൂടുതൽ തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടിവരും. എണ്ണവിലയിടിവോടെ കരാർ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ 6 മാസം വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായത്. ശമ്പളം ലഭിക്കാതായതോടെ സ്ഥാപനങ്ങൾക്കെതിരെ തൊഴിലാളികൾ ലേബർ കോടതിയിൽ പരാതി നൽകുന്നുണ്ട്. പരാതി ഇല്ലാതാക്കാൻ തൊഴിലാളികളെ ഒഴിവാക്കുകയേ മാർഗമുള്ളൂ എന്നാണ് വ്യവസായികളുടെ റിപ്പോർട്ട് പറയുന്നത്. സർക്കാർ മേഖലയിൽ നടപ്പിലാക്കിയ ശമ്പളം വെട്ടിച്ചുരുക്കൽ പ്രക്രിയ സ്വകാര്യ മേഖലയിൽ നടപ്പിലാക്കേണ്ടി വരുമെന്നും റിപ്പോർട്ട് പറയുന്നു. മുഹമ്മദ് ഷെരീഫ്, മീഡിയ 1, ദമാം.